നടിയെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട വാദം വിചാരണ കോടതിയിൽ ആരംഭിച്ചതോടെ നാടകീയ രംഗങ്ങളായിരുന്നു കോടതിയിൽ അരങ്ങേറിയത്. ശിക്ഷാവിധി സംബന്ധിച്ച് പ്രതികൾക്ക് എന്താണ് പറയാനുള്ളതെന്നായിരുന്നു കോടതി പ്രതികളോട് ചോദിച്ചത്. പിന്നാലെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എന്നായിരുന്നു പൾസർ സുനി പറഞ്ഞത്. കേസിൽ താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്നും നിരപരാധിയാണെന്നും അസുഖബാധിതരായ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ എന്നായിരുന്നു രണ്ടാം പ്രതിയായ മാർട്ടിൻ ആന്റണി കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. 5.5 കൊല്ലം ജയിലിൽ കഴിഞ്ഞെന്നും ശിക്ഷാവിധിയിൽ ഇളവ് വേണമെന്നും മാർട്ടിൻ കോടതിയോട് പറഞ്ഞു. ഭാര്യയും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂവെന്നും മനസ്സറിഞ്ഞ് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നുമായിരുന്നു മൂന്നാം പ്രതിയായ ബി മണികണ്ഠൻ കോടതിയിൽ പറഞ്ഞത്. ജയിൽ ശിക്ഷ ഒഴിവാക്കി നൽകണമെന്നും മണികണ്ഠൻ കോടതിയോട് അഭ്യർത്ഥിച്ചു. ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നായിരുന്നു നാലാം പ്രതിയായ വിജീഷ് കോടതിയോട് അഭ്യർത്ഥിച്ചത്. കണ്ണൂർ ജയിലിലേക്ക് അയക്കണമെന്നും വിജീഷ് ആവശ്യപ്പെട്ടു. ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നായിരുന്നു 5-ാം പ്രതിയായ വടിവാൾ സലീം കോടതിയോട് പറഞ്ഞത്. ഭാര്യയും 1 വയസ്സുമുള്ള കുഞ്ഞിന്റെയും ഏക ആശ്രയം താനാണെന്നും സലീം കോടതിയിൽ പറഞ്ഞു. കുടുംബത്തിന്റെ ഏക ആശ്രയം താനാണെന്നായിരുന്നു 6-ാം പ്രതിയായ പ്രദീപ് കോടതിയിൽ പറഞ്ഞത്. പ്രദീപും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കോടതിയിൽ സംസാരിച്ചത്. എല്ലാ പ്രതികളും കുടുംബ പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് കോടതിയുടെ സഹതാപം തേടാനാണ് ശ്രമിച്ചത്. അതേസമയം 6 പ്രതികളുടെയും ശിക്ഷാവിധി ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് കോടതി അറിയിച്ചു. ഇന്ന് 3:30-ഓടെ പ്രതികളുടെ ശിക്ഷ വിധിക്കും. മാധ്യമങ്ങൾക്ക് താക്കീത് നൽകിക്കൊണ്ടാണ് ജഡ്ജ് ഹണിയം വർഗീസ് കോടതിയുടെ നടപടികൾ ആരംഭിച്ചത്. കോടതിയുടെ അന്തസ്സ് ഹനിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി ഉണ്ടാകരുതെന്ന് ജഡ്ജി ആവശ്യപ്പെട്ടു. കോടതി നടപടികളിൽ ബുദ്ധിമുട്ടിച്ചാൽ കോടതിയലക്ഷ്യ നടപടികൾ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകിയതിനു ശേഷമാണ് ശിക്ഷാവിധിയിൽ വാദം ആരംഭിച്ചത്.